ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ മസ്തകമധ്യത്തിൽ സ്ഥിതമായ സ്വസ്വരൂപത്തെ കാണുന്നു. ഞാൻ ഒരു ജ്യോതിർമയ ആത്മാവാണ്. സർവശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു. എൻ്റെ മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യരേഖകൾ സർവ്വതിലും ശ്രേഷ്ഠമാണ്. ഞാൻ പരമാത്മ പാലനയുടെ അനുഭവിയാണ്. പരമാത്മ സ്നേഹവും പാലനയും പ്രാപ്തികളും കോടികളിലും ചില ആത്മാക്കൾക്ക് മാത്രം പ്രാപ്തമാകുന്നതാണ്. ഞാൻ പരമാത്മ ശ്രീമതത്തിന്റെ അനുഭവിയാണ്. അനുഭവി മൂർത്തി ആത്മാവാണ്. എൻ്റെ മസ്തകത്തിൽ ഭാഗ്യരേഖകൾ സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്മൃതിയിൽ നിരന്തരം ഒരു ബാബ. എൻ്റെ ബാബ നിരന്തരം ഈ സ്മൃതിയിലാണ്. ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഞാൻ നിരന്തരം സ്മൃതി സ്വരൂപ അനുഭവി മൂർത്ത ആത്മാവാണ്. അനുഭവി മൂർത്തിയായി സ്ഥിതിയിൽ സദാ നിമിത്ത ഭാവം, വൃത്തിയിൽ സദാ ശുഭഭാവം, ആത്മിക ഭാവം ഇതെന്റെ നാച്ചുറൽ നേച്ചറായിരിക്കുന്നു. ഞാൻ ഉത്സാഹത്തിൽ ഭർപ്പൂറാകുന്നു. ഞാൻ യോഗയുക്തമാണ്. അനുഭവി സ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. നിർവിഘ്ന സ്വരൂപമാണ്. പരിവർത്തന ശക്തിയാൽ സമ്പന്നമാണ്. ഞാൻ സ്വപരിവർത്തക വിശ്വപരിവർത്തക ആത്മാവാണ്. സദാ പരമാത്മ പാലനയിൽ ഞാൻ പാസ്വിതോണറാകുന്നു. ആത്മീയ അച്ഛനിലൂടെ ആത്മീയ അഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ അഭ്യാസത്തിലൂടെ മുക്തിധാമം ശാന്തിധാമത്തിലേക്ക് പോകും. ബാബ എന്നെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. എനിക്ക് പഴയ ലോകത്തിൽ തീ പിടിക്കുന്നതിന് മുമ്പേ തയ്യാറാകണം. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. പൂർണ്ണമായ സമ്പത്തെടുക്കുന്നു. ഇതിൽ ഞാൻ വളരെ കണിശമായിരിക്കുന്നു. ബാബ നിർദ്ദേശം നൽകുന്നു, മന്മനാഭവ, അശരീരിയാകൂ. ബാബ കേവലം ആത്മീയ ഡ്രിൽ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാവിന് തിരിച്ചു പോകണം. ഞാൻ സദോ പ്രധാന ലോകത്തിന്റെ
അധികാരിയായിരുന്നു. പിന്നീട് 84 ജന്മത്തിന്റെ ചക്രം കറക്കി തമോ പ്രധാന ലോകത്തിന്റെ അധികാരിയാകുന്നു. ഞാനിപ്പോൾ മുള്ളിൽ നിന്നും പൂവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമായ കാര്യമാണ് സദോ പ്രധാന പൂജ്യ ദേവി ദേവതയാകണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ ദുഃഖങ്ങളും ദൂരെയാകും. ബാബ തന്നെയാണ് പതിത പാവനൻ. ഇതാണ് യോഗബലം. ബാബ കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഞാൻ രാജ ഋഷിയാകുന്നു. ഭക്തി ഇപ്പോൾ പൂർണ്ണമായി ജ്ഞാനം ആരംഭിച്ചിരിക്കുന്നു. ബാബ വരുന്നു ജ്ഞാനത്തിലൂടെ സദ്ഗതി തരുന്നതിന് വേണ്ടി. ബാബ എന്നെ പാവനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ അനുസരിച്ച് എനിക്ക് വഴി പറഞ്ഞു തരുന്നു. ഇതാണ് ഉയർന്നതിലും ഉയർന്ന പഠിപ്പ്. ബാബ എന്നെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. തയ്യാറായിരിക്കൂ. ഞാനിപ്പോൾ സംഗമത്തിലാണ്. അമരലോകം വരാൻ പോവുകയാണ്. ഞാൻ പുരുഷോത്തമനായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ എൻ്റെ ശ്വാസം പോലും വ്യർത്ഥമാക്കുന്നില്ല. ജ്ഞാനത്തിലൂടെ ശ്വാസം സഫലമാക്കുന്നു. സംഘദോഷത്തിൽ സ്വയത്തെ സംരക്ഷിച്ച് മായയിൽ നിന്നും രക്ഷ നേടുന്നു. ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആക്കി വെക്കുന്നു. ഓരോ ശ്വാസവും ജ്ഞാനത്തിലൂടെ സഫലമാക്കണം. ആത്മീയ ഡ്രില്ലിന്റെ അഭ്യാസം ചെയ്ത് യോഗബലം കൂട്ടുന്നു. ഒരു പുതിയ ബന്ധനവും ഉണ്ടാക്കുന്നില്ല. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ബാബയുടെ കുടത്തണലിന്റെ അനുഭവത്തിലൂടെ വിഘ്നവിനാശകന്റെ ഡിഗ്രി നേടുന്ന അനുഭവി മൂർത്തിയാകുന്നു. ബാബയുടെ കൂട്ടിന്റെ അനുഭവം കുടത്തണലാക്കുന്നു. പരീക്ഷകൾ അനുഭവിയാക്കുന്നതിന് വേണ്ടി വരുന്നതാണ്. ഇതിലൂടെ വിഘ്നവിനാശകന്റെ ഡിഗ്രി നേടുന്ന അനുഭവി മൂർത്തിയാകാനുള്ള വരദാനവും ലഭിക്കുന്നു. ആരെങ്കിലും വിഘ്നമിടുന്നെങ്കിൽ പതുക്കെ പതുക്കെ തണുത്തുകൊള്ളും. സമയത്തിന് സഹയോഗിയാകുന്നവർക്ക് കോടി മടങ്ങ് ഫലം ലഭിക്കും. ബാബയുടെ സൂചനയാണ് കർമ്മേന്ദ്രിയ ജീത്. സ്വരാജ്യാധികാരി രാജാക്കന്മാരുടെ രാജ്യ ഉത്തരവാദിത്വം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. കർമ്മത്തെ ഒതുക്കാനുള്ള ശക്തിയിലൂടെ അകർമ്മി, അതായത് കർമാതീതമാകൂ. ഒന്ന് കർമ്മ അധീന സ്ഥിതി, രണ്ടാമത് കർമാതീത സ്ഥിതി. കർമ്മത്തെ ഒതുക്കുവാനുള്ള
ശക്തിയിലൂടെ അകർമ്മി, അതായത് കർമാതീതമാകൂ. ഓം ശാന്തി.